സാന്ത്വനം ടെലിവിഷൻ്റെ പ്രേക്ഷകരായി കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. പെന്തക്കോസ്താ തിരുനാളിന് ഒരുക്കമായി പ്രാർത്ഥനയിലായിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുകയും ആത്മാവിനാൽ അഭിഷേചിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു, ഈ പെന്തക്കോസ്താ തിരുനാൾ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ച് വലിയൊരു ആത്മീയ അനുഭവത്തിൻ്റെ അവസരമായി തീരണം, ആത്മ അഭിഷേകത്തിൻ്റെ അവസരമായി തീരണം. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപന കൂദാശയിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം സ്വീകരിച്ചവരാണ് ക്രിസ്തു ശിഷ്യരായ നമ്മൾ ഓരോരുത്തരും. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്ന് പറയുമ്പോൾ വളരെ ആഴമായ അർത്ഥമുള്ളൊരു കാര്യമാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. നമ്മൾ മാമോദീസായിൽ പാപമെല്ലാം മോചിതരായി ദൈവമക്കളായി ഉയർത്തപ്പെടുന്നു. സ്ഥൈര്യലേപന കൂദാശയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിച്ച് യേശുവിൻ്റെ സാക്ഷികളാകുവാനുള്ള ആത്മീയ ശക്തി നേടുന്നു. അങ്ങനെ ആ ആത്മീയ ശക്തിയോടുകൂടി ജീവിതത്തിലുടനീളം യേശുവിൻ്റെ സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ച് മാമോദീസായും സ്ഥൈര്യലേപനമൊക്കെ നമ്മൾ ശിശുക്കളായിരിക്കുന്ന അവസരത്തിൽ തന്നെ സ്വീകരിക്കുന്നവരാണ്. പ്രത്യേകിച്ച് മാമോദീസ നമ്മൾ പിഞ്ചു പൈതങ്ങളായിരിക്കുന്ന അവസരത്തിലാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാമോദീസായുടെ അനുഭവം, ബോധപൂർവകമായ ഒരു അനുഭവം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓർമ്മയില്ലാത്ത ഒരു കാലത്ത് തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ് നമുക്ക് വേണ്ടി വിശ്വാസ സത്യങ്ങൾ ഏറ്റുപറയുന്നതും മാമോദീസായുടെ വാഗ്ദാനങ്ങൾ ഏറ്റുചൊല്ലുന്നതും. എന്നാൽ ഈ പെന്തക്കോസ്തായുടെ അവസരത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മാമോദീസായുടെ അനുഭവത്തെ ഒരു പുനരനുഭവത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരവസരമായി ഈ പെന്തക്കോസ്താ തിരുനാൾ നമ്മൾ ഉപയോഗിക്കണം. നമ്മുടെ മാമോദീസായിൽ നമ്മൾ ഏറ്റുപറഞ്ഞതായ വാഗ്ദാനങ്ങളെ നവീകരിക്കാനുള്ള ഒരവസരമായി നമ്മൾ ഈ പെന്തക്കോസ്തായുടെ തിരുനാൾ അവസരമാക്കണം. പ്രിയപ്പെട്ടവരെ, മാമോദീസ സ്വീകരിക്കുമ്പോൾ നമ്മൾ 3 വാഗ്ദാനങ്ങളാണ് ദൈവത്തോട് ചെയ്യുന്നത്, സഭയോട് ചെയ്യുന്നത്. മാമോദീസായുടെ കർമ്മം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് ആദിമസഭയിലേതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ മാമോദീസായോടൊപ്പം സ്ഥൈര്യലേപന കൂദാശയും നൽകപ്പെടുകയാണ്. കാരണം മാമോദീസായുടെ പൂർത്തീകരണവും ഉറപ്പിക്കലുമാണ് സ്ഥൈര്യലേപന കൂദാശ. അതുകൊണ്ടാണ് ആ കൂദാശയ്ക്ക് കൺഫർമേഷൻ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് കൊടുത്തിരിക്കുന്നത്. ടു ഗെറ്റ് കൺഫേംഡ് ഇൻ ഫെയ്ത്ത്, ടു ഗെറ്റ് കൺഫേംഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ഇതാണ് പരിശുദ്ധാത്മാവിൽ ഉറപ്പിക്കപ്പെടുക, വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടുന്ന കൂദാശയായിട്ട്, പൂർത്തീകരിക്കപ്പെടുന്ന കൂദാശയായിട്ടാണ് സ്ഥൈര്യലേപന കൂദാശയെ കാണുന്നത്. മാമോദീസായിൽ ആരംഭിച്ച് സ്ഥൈര്യലേപനത്തിൽ പൂർത്തിയാക്കപ്പെടുന്നു. അത് ഒരുമിച്ച് കൊടുത്താലും വെവ്വേറെയായിട്ട് നൽകിയാലും പൂർത്തീകരണം സ്ഥൈര്യലേപനം, മാമോദീസായുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് സ്ഥൈര്യലേപനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് സഭയുടെ നിയമസംഹിതയിൽ, കാനൻ ലോയിൽ പ്രത്യേകമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, സ്ഥൈര്യലേപന കൂദാശ മാമോദീസായിൽ നിന്ന് വേർതിരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അത് കഴിയുന്നത്ര വേഗത്തിൽ അടുപ്പമുള്ള സമയത്ത് തന്നെ കൊടുക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നതിന് കാരണം മാമോദീസായുടെ പൂർത്തീകരണമായതുകൊണ്ടാണ്. പക്ഷേ മാമോദീസായിൽ ആരംഭിക്കുന്ന ആ ദൈവിക ജീവനുള്ള വിളി പൂർത്തീകരിക്കപ്പെടുന്നത് സ്ഥൈര്യലേപന കൂദാശയിലൂടെയാണ്.
ഈ രണ്ട് കൂദാശകളുടെയും പ്രാധാന്യം നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. എങ്കിലേ ഈ മാമോദിസ വ്രതങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, മാമോദിസായിലൂടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നു. ജന്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും, ജന്മപാപത്തിൽ നിന്നും, കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം നൽകി നമ്മെ ദൈവത്തിൻ്റെ മക്കളും സഭയുടെ അംഗങ്ങളും സ്വർഗത്തിന് അവകാശികളുമാക്കുന്ന കൂദാശയാണ് മാമോദിസ. ഇതാണ് സഭ പഠിപ്പിക്കുന്നത്. ജന്മപാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം നൽകി നമ്മെ ദൈവത്തിൻ്റെ മക്കളും സഭയുടെ അംഗങ്ങളും സ്വർഗത്തിന് അവകാശികളുമാക്കുന്ന കൂദാശയാണ് മാമോദിസ. അപ്പം ഈ കൂദാശയിലൂടെ നമ്മുടെ പാപങ്ങളെല്ലാം മോചിക്കപ്പെടുന്നു. ജന്മപാപം, പ്രായപൂർത്തിയവരാണ് മാമോദിസ സ്വീകരിക്കുന്നതെങ്കിൽ കർമ്മപാപവും അതിൻ്റെ ഫലങ്ങളിൽ നിന്നെല്ലാം നമ്മൾ മോചിക്കപ്പെടുകയാണ്. മാത്രമല്ല, നമുക്ക് ഏതാനും വരങ്ങൾ ലഭിക്കുന്നു. ദൈവമക്കളാകാനുള്ള വരം, സഭയിലെ അംഗങ്ങളാകാനുള്ള വരം, സ്വർഗത്തിന് അവകാശികളാകാനുള്ള വരം നമുക്ക് ലഭിക്കുക. എന്നാൽ സ്ഥൈര്യലേപന കൂദാശയെക്കുറിച്ച് തിരുസഭാ മാതാവ് പഠിപ്പിക്കുന്നത്, മാമോദിസ വഴി ദൈവമക്കളായി തീർന്ന നമുക്ക് നമ്മുടെ കർത്താവിന് സാക്ഷികളായി ജീവിക്കുന്നതിനും അവിടുത്തെ സുവിശേഷം പ്രഘോഷിക്കുന്നതിനും ആവശ്യമായ ആത്മീയ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നൽകുന്ന കൂദാശയാണ് സ്ഥൈര്യലേപനം. ഇപ്പോൾ സ്ഥൈര്യലേപന കൂദാശ വഴി പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ചുകൊണ്ട് ദൈവമായ കർത്താവ് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് ആവശ്യമായ കഴിവുകൾ നൽകുന്നു. മിശിഹായുടെ സുവിശേഷം പ്രഘോഷിക്കുന്നതിന് ആവശ്യമായ ആത്മീയ വരങ്ങൾ നൽകി നമ്മളെ ശക്തിപ്പെടുത്തുന്നു. ഇതാണ് സ്ഥൈര്യലേപന കൂദാശ. ഈ രണ്ട് കൂദാശകളെ സ്വീകരിക്കുമ്പോൾ രണ്ടിടത്തും സ്ഥൈര്യലേപനത്തിൻ്റെ അവസരത്തിൽ മാമോദിസായിൽ ചെയ്ത വ്രതങ്ങളെ നമ്മൾ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്, ബോധപൂർവം ഏറ്റുപറയുന്നുണ്ട്. കാരണം ഒരുവിധം പ്രായപൂർത്തിയായതിന് ശേഷമാണ് സ്ഥൈര്യലേപന കൂദാശ നൽകപ്പെടുന്നത്. അപ്പോൾ മാമോദിസായുടെ അവസരത്തിൽ സഭയോടും ദൈവത്തോടും നമ്മൾ ഏറ്റുപറയുന്ന 3 വാഗ്ദാനങ്ങൾ ഇതാണ്. കാർമികൻ ആ കുഞ്ഞിനെ, മാമോദിസ സ്വീകരിക്കാൻ എത്തിയിരിക്കുന്ന കൊണ്ടുവന്നിരിക്കുന്ന ആ കുഞ്ഞിനെ മാതാപിതാക്കൾ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് പള്ളിയുടെ മുൻഭാഗത്ത് നിൽക്കും. പള്ളിയുടെ പുറത്ത് നിന്നാണ് മാമോദിസയുടെ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ശ്രദ്ധിച്ചിട്ട് നമുക്കറിയാം, പള്ളിയുടെ കവാടത്തിൽ നിൽക്കുന്ന, പള്ളിയുടെ പുറത്ത് നിൽക്കുന്ന കുഞ്ഞിനോട് അല്ലെ മാമോദിസ അർത്ഥിയോട് വൈദികൻ 3 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് മാമോദിസ വ്രതങ്ങൾ നമ്മൾ ഏറ്റുപറയുന്നത്. ഒന്നാമത്തെ ചോദ്യം, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. സഭയുടെ നാമത്തിൽ കാർമികനായ വൈദികൻ ആ കുഞ്ഞിനോട് അല്ലെ മാമോദിസ അർത്ഥിയോട് ചോദിക്കുകയാണ്, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? അതിന് ഉത്തരം പറയേണ്ടത് ആ മാമോദിസ അർത്ഥിയാണ്. എന്നാൽ കുഞ്ഞുങ്ങളെയാണ് ജ്ഞാനസ്നാനപ്പെടുത്തുന്നതെങ്കിൽ നമുക്കറിയാം, സഭ നൽകിയിരിക്കുന്ന വലിയ അനുവാദവും അനുഗ്രഹവുമാണ് ആ കുഞ്ഞിന് വേണ്ടി തലതൊട്ടപ്പനും തലതൊട്ടമ്മയുമാണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടത്, ഈ വാഗ്ദാനങ്ങൾ നടത്തേണ്ടത്. അവിടെ പറയുന്നത്, ഉടനെ ആ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആ കുഞ്ഞിന് വേണ്ടി സഭയോടും ദൈവത്തോടും ഏറ്റുപറയും, ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് പുതിയ ചോദ്യരീതിയാണ്. പഴയ ക്രമത്തിൽ നമ്മൾ ചോദിച്ചിരുന്നത്, പിശാചിനെയും അവൻ്റെ ആഡംബരങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ എന്നാണ്. അവിടെ ഉപേക്ഷിക്കുന്നു എന്ന് പറയും. ഇന്നത്തെ പുതിയ ടെസ്റ്റിൽ മാമോദിസ ക്രമത്തിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, സ്വാധീനത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പ്രിയപ്പെട്ടവരെ, ഇന്ന് സഭാമാതാവ് ഈ പെന്തക്കോസ്താ തിരുനാൾ ഒരുങ്ങുമ്പോൾ മാമോദിസായുടെ ഈ വ്രതങ്ങളെ നമ്മളും നവീകരിക്കണം, ഒന്നൊന്നായിട്ട് നവീകരിക്കാൻ സാധിക്കണം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണെങ്കിൽ, രണ്ടാമത്തെ ചോദ്യം, പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ എന്നതാണ്. സഭാമാതാവിൻ്റെ നാമത്തിൽ
സഭയുടെ നാമത്തിൽ കാർമികൻ ആ അർത്ഥിയോട്, അല്ലെ ആ കുഞ്ഞിനു വേണ്ടി തലതൊട്ടപ്പനോടും തലതൊട്ടമ്മയോടും ചോദിക്കുകയാണ്, പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഉടനെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും കുഞ്ഞിനു വേണ്ടി ഉത്തരം പറയും, ഞാൻ ഉപേക്ഷിക്കുന്നു. വളരെ വലിയൊരു ഉത്തരവാദിത്തമാണ് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ചെയ്യുന്നത്. ആ കുഞ്ഞിനു വേണ്ടി ദൈവത്തോട്, സഭയോട് ഏറ്റുപറയുകയാണ്, ഞാൻ ഉപേക്ഷിക്കുന്നു. പക്ഷെ പലപ്പോഴും നമുക്കറിയാം, ഈ കുഞ്ഞു മാമോദീസ സ്വീകരിച്ച് ആദ്യ കുർബാന സ്വീകരിച്ച് പിന്നീട് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വ്രതവാഗ്ദാനങ്ങളൊക്കെ മറന്നു പോകുന്ന അവസരങ്ങളുണ്ട്. പല സാഹചര്യങ്ങളിലും താൻ ദൈവത്തോട് ചെയ്ത ഈ വലിയ വാഗ്ദാനം മറന്നു പോകുന്ന വ്യക്തികളുണ്ട്. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലും ഈ അനുഭവമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഈ ഓർമ്മക്കുറവ് വരും. നമ്മൾ ദൈവത്തോട് ചെയ്ത വാഗ്ദാനങ്ങൾ മറന്നുപോകും. ഈ പെന്തക്കോസ്ത നമ്മുടെ ഈ വ്രതങ്ങൾ നവീകരിക്കാനുള്ള ഒരു അവസരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, യേശുവിനെ നിന്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നുവോ? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. യേശുവിനെ നിന്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നുവോ? ഉടനെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും സഭയോടും ദൈവത്തോടും വാഗ്ദാനം ചെയ്യുന്നു, ഏറ്റുപറയുന്നു, ഞാൻ സ്വീകരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായി ഏറ്റുപറയുന്നു, ഞാൻ സ്വീകരിക്കുന്നു. യേശുവിനെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നുവെന്ന് ഏറ്റുപറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രായത്തിൽ വളരുമ്പോഴും ഈ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മാമോദീസായിൽ, സ്ഥൈര്യലേപനത്തിൽ നമ്മൾ യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവളാണെന്നുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കാൻ സാധിക്കണം. ഈ ഓർമ്മ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിത വഴികളിൽ ഇതൊരു പ്രചോദനമായിട്ട് നിലകൊള്ളും. ഈ മാമോദീസ വ്രതങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് നമുക്ക് നവീകരിക്കാൻ സാധിക്കണം. കർത്താവിൻ്റെ നാമത്തിൽ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഇന്ന് ചോദിക്കുകയാണ്, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈശോയോട് പറയുക, ദൈവത്തോട് പറയുക, കർത്താവെ ഞാൻ ആഗ്രഹിക്കുന്നു. പിശാചിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് മോചിതനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ എല്ലാ വഴികളിൽ നിന്നും ആഘോഷങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ധൈര്യപൂർവ്വം ഏറ്റുപറയാൻ നമുക്കിന്ന് സാധിക്കണം. രണ്ടാമത്തെ ചോദ്യവും ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. പിശാചുണ്ടാക്കുന്ന പ്രലോഭനങ്ങൾക്ക് അടിപ്പെട്ട് പാപത്തിലേക്ക് വീണുപോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അവിടെ നമ്മൾ മാമോദീസായിൽ ചെയ്ത വ്രതങ്ങൾ നമുക്ക് ശക്തി പകരണം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവാകുന്ന ദാനം സ്വീകരിക്കുവാൻ അതിൻ്റെ ഒരുക്കമായി നമ്മൾ ചെയ്യുന്ന വാഗ്ദാനങ്ങളാണിത്. അതിൽ രണ്ടാമത്തേതാണ്, പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഉടനെ അന്ന് നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും, നിങ്ങളുടെ ഓരോരുത്തരുടെയും തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഉപേക്ഷിക്കുന്നു. സഭയോട് പറഞ്ഞു, ഞാൻ ഉപേക്ഷിക്കുന്നു. സഭയുടെ നാമത്തിൽ ചോദിക്കുന്ന കാർമികനോട് ഏറ്റുപറഞ്ഞു, ഞാൻ ഉപേക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ പെന്തക്കോസ്ത തിരുനാൾ നമ്മൾ ഒരുങ്ങുമ്പോൾ, പരിശുദ്ധാത്മ അഭിഷേകത്തിനായി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നമ്മൾ ഈ വാഗ്ദാനങ്ങളെ അനുസ്മരിക്കണം, ഓർക്കണം. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും ബോധ്യപൂർവ്വം അത് ആവർത്തിക്കുവാൻ ധൈര്യപ്പെടണം. ഇന്ന് ഞാൻ ചോദിക്കുന്നു, പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ഉടനെ ഉപേക്ഷിക്കുന്നുവെന്ന് ദൈവത്തോട് പറയുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നമുക്കറിയാം, നമ്മൾ ചോദിക്കുന്ന ചോദ്യം പാപം മാത്രം ഉപേക്ഷിക്കാനല്ല, പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഞാൻ വാഗ്ദാനം ചെയ്തതാണ്. ഇന്ന് നമ്മളെ പാപത്തിലേക്ക് നയിക്കുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട്. പാപമാർഗങ്ങൾ, സാഹചര്യങ്ങൾ, മാധ്യമങ്ങൾ, കൂട്ടുകെട്ടുകൾ, അല്ലെ വായിക്കുന്ന പുസ്തകങ്ങൾ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പിശാചിൻ്റെ ഉപകരണങ്ങളായി, സ്വാധീനങ്ങളായി നമ്മിലേക്ക് വരും. ആ സ്വാധീനത്തിൽ പെട്ട് നമ്മൾ പാപജീവിതത്തിലേക്ക്, പാപവഴികളിലേക്ക് പോകും. അതുകൊണ്ടാണ് സഭാമാതാവ് കൃത്യമായിട്ട് പറയുന്നത്,
പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും നീ ഉപേക്ഷിക്കുന്നുവോ? ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഈശോയോട് പറയാൻ സാധിക്കട്ടെ, കർത്താവേ, പാപങ്ങളും പാപസാഹചര്യങ്ങളും പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ മാർഗങ്ങളും ഞങ്ങളിതാ ഉപേക്ഷിക്കുന്നു, അതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. മൂന്നാമത്തെ ചോദ്യം, യേശുവിനെ നിന്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നുവോ? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് എൻ്റെ സ്വന്തമാക്കിയത് കൊണ്ട് ലോകം നിങ്ങളെ വെറുക്കുന്നു. ലോകം നിങ്ങളെ വെറുക്കുന്നു. ഇതാണ് ക്രിസ്ത്യാനിയുടെ അനുഭവം. നമ്മൾ ലോകത്തിൻ്റേതായിരുന്നു, ഈ ലോകത്തിൻ്റെ മക്കളായി ജനിച്ചവരാണ്. പക്ഷേ ഈ ലോകത്തിൻ്റെ മക്കളായി ജനിച്ച് വളർന്നു വരുന്ന നമ്മളെ കർത്താവ് വിളിച്ച് വിശുദ്ധീകരിച്ച് തൻ്റെ സ്വന്തമാക്കി തീർക്കുന്നു. ക്രിസ്തീയ ശിഷ്യരായി, ക്രിസ്തുവിൻ്റെ ശിഷ്യരാക്കി മാറ്റുന്നു. അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഈ ഏറ്റുപറച്ചിൽ. എന്താണ്? യേശുവിനെ നിന്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നുവോ എന്ന ചോദ്യം ഇന്ന് സഭാമാതാവ് നമ്മളോട് ചോദിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളോട് ചോദിക്കുന്നു. കാർമ്മികൻ മാമോദീസായിലും സ്ഥൈര്യലേപനത്തിലും കാർമ്മികനായ വൈദികൻ നമ്മളോട് ചോദിക്കുന്നു, യേശുവിനെ നിന്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നുവോ? നമ്മൾ ഉത്തരം പറയണം. മാമോദീസായി നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് വേണ്ടി ഉത്തരങ്ങൾ പറഞ്ഞു. അത് നമുക്ക് ബോധമില്ലാത്തൊരു കാലം, ഒരു പക്ഷേ തടസ്സങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, പക്ഷേ ബോധ്യത്തോടു കൂടി പറയാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആ കുഞ്ഞിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് അവർ ഏറ്റുപറയുകയാണ്, യേശുവിനെ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് ബോധമുണ്ട്. ആ ബോധത്തിൽ അടിസ്ഥിതമായി ബോധ്യമുണ്ടാകണം. ബോധത്തോടുകൂടി ഈശോയോട് ഏറ്റുപറയാൻ സാധിക്കണം, ഞാൻ സ്വീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമായി ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. അങ്ങനെ യേശുവിനെ സ്വീകരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ പിതാവായ ദൈവം നൽകുന്നത്. ഞാൻ വായിച്ചു വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വചനം. തൻ്റെ പ്രിയപുത്രനായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കെല്ലാം, ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് വരം നൽകി. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 12-ാമത്തെ വചനം ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവിടുന്ന് വരം നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നത്രേ. നമ്മൾ ഓർക്കണം, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഉന്നതമായ സ്ഥാനം ഈ വിശ്വാസം വഴിയാണ് നമ്മൾ സ്വന്തമാക്കിയത്. യേശുവിനെ സ്വീകരിക്കാത്ത ആർക്കും ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാനോ ദൈവമക്കളായി തീരുവാനോ സാധിക്കുകയില്ല. നമുക്കത് സാധിച്ചിരിക്കുക. പക്ഷേ ഈ ബോധ്യത്തിലേക്ക് നമ്മൾ ആഴപ്പെടണം. മാമോദീസ വഴി, സ്ഥൈര്യലേപനം വഴി നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് ദൈവമക്കളായി തീർന്നവരാണെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. യേശുവിൻ്റെ സ്വന്തമായി തീർന്നവരാണെന്ന ബോധ്യം നമുക്കുണ്ടാകണം. കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്ത് സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇതൊരു വലിയ ബോധ്യമാണ്. ഈ ഒരു അവബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. പ്രത്യേകിച്ച് കുഞ്ഞുപ്രായം മുതൽ മാമോദീസ സ്വീകരിച്ച മക്കളോട് ആവർത്തിച്ച് പറയാൻ സാധിക്കണം, മകനെ, മകളെ, നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. പ്രായപൂർത്തിയാകും തോറും നമ്മൾ സ്വയം നമ്മളോട് തന്നെ പറയണം, ഐ എം എ സൺ ഓഫ് ഗോഡ്, ഐ എം എ ഡോട്ടർ ഓഫ് ഗോഡ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. ഞാൻ ദൈവത്തിൻ്റെ മകനാണെന്ന്, ഞാൻ ദൈവത്തിൻ്റെ മകളാണെന്ന് ഓരോ ദിവസത്തിൻ്റെയും
അംശങ്ങളിൽ അല്ലെ മണിക്കൂറുകളിൽ ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. ആ ഒരു അവബോധം നമ്മളിൽ ഉറയ്ക്കണം. മാത്രമല്ല, മാമോദീസ വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വഴി നമ്മൾ യേശുവിൻ്റെ സ്വന്തമായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവബോധം യേശുവിൻ്റെ സ്വന്തമായി നമ്മൾ തീരുന്നു. ഈശോ പറഞ്ഞു, നിങ്ങൾ ലോകത്തിലാണ്, എന്നാൽ ലോകത്തിൻ്റേതല്ല. കാരണം മാമോദീസ വഴി ഞാൻ നിങ്ങളെ വേർതിരിച്ച് എൻ്റെ സ്വന്തമാക്കിയിരിക്കുന്നു. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട്, നിങ്ങൾ എൻ്റെ സ്വന്തമായി തീർന്നത് കൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങളത് ഭയപ്പെടേണ്ട. ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നത് കൊണ്ട് ഭയപ്പെടേണ്ട. കാരണം യേശുവിൽ വിശ്വസിച്ച് ആ യേശുവിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന നമ്മൾ, യേശുവിൻ്റെ സ്വന്തമായി തീർന്ന നമ്മൾ ലോകത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവരാണ്. ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റേതല്ലാതെ യേശുവിൻ്റെ സ്വന്തമായി ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. എപ്പോഴും ഈ ഒരു ബോധ്യം, യേശുവിൻ്റെ സ്വന്തമായി ഞാൻ തീർന്നിരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ്. വീണ്ടും നമ്മൾ ഓർക്കണം, ഈ ഒരു വചനം ഏറ്റുപറയാൻ നമുക്ക് സാധിക്കണം. ഓരോ ക്രൈസ്തവനും യേശുവിൻ്റെ സ്വന്തമാണ്. മാമോദീസ വഴി, സ്ഥൈര്യലേപനം വഴി യേശുവിന് പ്രതിഷ്ഠിതരായ വ്യക്തികളാണ്. യേശുവിൻ്റെ സ്വന്തമാണെന്ന ബോധ്യത്തിലേക്ക് വളരാൻ ഈ പെന്തക്കോസ്ത് തിരുനാൾ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. യേശുവിനോടും എല്ലാവരോടും എപ്പോഴും ഏറ്റുപറയാൻ സാധിക്കണം, ഐ ബിലോങ് ടു ജീസസ്. ഐ ബിലോങ് ടു ജീസസ്. ബൈ ബാപ്റ്റിസം ഐ ബിലോങ് ടു ജീസസ് എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെയും ചെറുപ്പക്കാരെയും പ്രായമായവരെയും ഇത് നമ്മൾ പഠിപ്പിക്കണം. ബൈ ബാപ്റ്റിസം ഐ ബിലോങ് ടു ജീസസ്. ഐ ആം കോൺസെക്രേറ്റഡ് ടു ജീസസ്. മാമോദീസ വഴി നമ്മൾ യേശുവിന് പ്രതിഷ്ഠിതരാണ്, ദൈവത്തിന് പ്രതിഷ്ഠിതരാണ്, ദൈവമക്കളാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവിലേക്ക് വളരാൻ നമുക്ക് സാധിക്കട്ടെ. മാമോദീസായുടെ ഈ 3 വ്രതങ്ങൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത്, ഈ 3 വ്രതങ്ങൾക്ക് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും എല്ലാ കുറവുകളിൽ നിന്നും ഞങ്ങളെ മോചിച്ച് പരിശുദ്ധാത്മാവിൽ നിറയുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കാരണം ഇതൊരു തടസ്സമാണ്. പിശാചിൻ്റെ സ്വാധീനങ്ങളിൽപ്പെട്ട് അവൻ്റെ ആഘോഷങ്ങളിലും അവൻ്റെ മാധ്യമങ്ങളിലൊക്കെ വ്യാപരിച്ച് നിൽക്കുമ്പോൾ ആത്മാവിൽ നിറയാൻ നമുക്ക് സാധിക്കില്ല. നിറയണമെങ്കിൽ പിശാചിനെ നമ്മൾ ഉപേക്ഷിക്കണം, പാപവും പാപസാഹചര്യങ്ങളും നമ്മൾ ഉപേക്ഷിക്കണം, യേശുവിലുള്ള വിശ്വാസം നമ്മൾ ഏറ്റുപറയണം. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മ നിറവിൽ കടന്നു വരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഈ ധ്യാനത്തിൻ്റെ 2ാം ദിവസമായി ഇന്ന് നമ്മൾ പ്രത്യേകമായി കടന്നു വരുന്ന ആരാധനയിൽ, നടത്താൻ പോകുന്ന ആരാധനയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് ഇതാണ്: കർത്താവെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ തക്കവിധം ഞങ്ങളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും വിശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ ആത്മവിശുദ്ധിയോടുകൂടി ദൈവാത്മാവിനെ സ്വീകരിക്കുവാൻ, ദൈവാത്മാവിൽ നിറയാൻ ഈ പെന്തക്കോസ്ത് തിരുനാൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദാഹത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ അവസാന ദിവസം അതിൻ്റെ വിശദ വശങ്ങളെക്കുറിച്ച് പ്രത്യേകമായിട്ട് ധ്യാനിക്കും. ഇന്നേ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മാമോദീസ വ്രതങ്ങളെ നവീകരിച്ചുകൊണ്ട് മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ചതായ ആ വലിയ ആത്മീയ ദാനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാം. ഈ മാമോദീസായും സ്ഥൈര്യലേപനവും വഴി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഉന്നതമായ സ്ഥാനത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടും ആ ഒരു അവബോധം ആഴപ്പെടുവാൻ തക്കവിധം വീണ്ടും വീണ്ടും ദൈവത്തോട് ഞങ്ങൾ അങ്ങയുടെ മക്കളാണെന്നുള്ള ബോധ്യത്തെ ഞങ്ങളെ വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും യേശുവിൻ്റെ സ്വന്തമായി തീർന്നവരാണ് നമ്മൾ ഓരോരുത്തരുടെ ബോധ്യത്തിൽ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ദിവസങ്ങളിൽ നമുക്ക് വ്യാപരിക്കാം. പ്രത്യേകിച്ച് തുടർന്ന് വരുന്ന ആരാധനയിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.
യേശു അണയും പാവന നിമിഷമിതാ തിരുജീവൻ പകരും നിർമ്മല നിമിഷമിതാ മമനാഥന സ്തുതി പാടിട മനവീനകൾ മീട്ടിപ്പാടിട മമനാഥന സ്തുതി പാടിട മനവീനകൾ മീട്ടിപ്പാടിട വരേണമേ എന്നിൽ നിറയണമേ വരേണമേ എന്നിൽ നിറയണമേ. എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേക്കിടുന്നു എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേക്കിടുന്നു എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു നാഥാ വരേണമേ സൗഖ്യം തരേണമേ നാഥാ വരേണമേ സൗഖ്യം തരേണമേ. കർത്താവേ, നന്ദി പറയുന്നു. അന്ന് കടന്നു വന്ന ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനെ ശക്തിപ്പെടുത്തുവാനായി അങ്ങനെ കടന്നു വരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവെ, സൗഖ്യപ്പെടുത്തുവാനും ശക്തിപ്പെടുത്തുവാനുമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയെ സ്വീകരിക്കുന്നു. സ്വപ്നങ്ങളും തിരുക്കൈകളിലേക്കിടുന്നു എൻ ഭാവിയും സ്വപ്നങ്ങളും തിരുക്കൈകളിലേക്കിടുന്നു എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു നാഥാ വരേണമേ നേർവഴി കാട്ടണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ എന്നിൽ നിറയണമേ നാഥാ വരേണമേ സൗഖ്യം തരേണമേ നാഥാ വരേണമേ സൗഖ്യം
അഭിഷേകം നൽകണമേ യേശുനാഥ നൽകണമേ അഭിഷേകം നീ നൽകണമേ 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 ആത്മാവിനെ നൽകണമേ 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 ആത്മാവിനെ നൽകണമേ 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 അഭിഷേകം നീ നൽകണമേ 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 അഭിഷേകം നീ നൽകണമേ നൽകണമേ ആത്മാവേ നിറയണമേ ആത്മാവേ നിറയണമേ. ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഞങ്ങളുടെ കാരുണ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവെ നന്ദി പറയുന്നു. കർത്താവെ, ആത്മാവിനെ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഞങ്ങളുടെ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഈശോയെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ഹൃദയങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഈ വിശുദ്ധ കുദാശകൾ വഴി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറയുവാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിനൊരുക്കമായി നമ്മൾ ദൈവത്തോട് ചില വാഗ്ദാനങ്ങൾ ചെയ്തു. ആ വാഗ്ദാനങ്ങൾ യേശുവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഈ സമയം യേശുവിൻ്റെ കൃപയോടുകൂടി നമുക്ക് നവീകരിക്കാം. ആ യേശുവിനോടുള്ള ഉത്തരമായി നമ്മുടെ വാഗ്ദാനങ്ങളെ നമുക്ക് സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയിൽ വിശ്വസിക്കുന്നവരായ ഞങ്ങൾക്ക് അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി ശക്തിപ്പെടുത്തിയതിനെ ഓർത്ത് നന്ദി പറയും. ഇപ്പോഴും ആത്മാവിൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയും. ആത്മനിറവിൽ ജീവിക്കുവാൻ ഈശോയെ അങ്ങയുടെ മക്കളും ശിഷ്യരുമായി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മശക്തിയുടെ നിറവിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി ഞങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും, പാപശക്തികളിൽ നിന്നും, ലോകത്തിൻ്റെ സ്വാധീനങ്ങളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും നീ മോചിച്ച് വിശുദ്ധീകരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് ഒരുക്കണമേ. കർത്താവേ, നിർമ്മലമായൊരു ഹൃദയം തന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞങ്ങളിലേക്ക് കടന്നിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ശക്തികളും സ്വാധീനങ്ങളും അതിൽ നിന്നെല്ലാം മോചിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും ഞങ്ങളിലേക്ക് കടന്നു കയറിയിരിക്കുന്ന എല്ലാ പാപശക്തികളും ഞങ്ങളെ മോചിച്ച് വിശുദ്ധീകരിക്കണമേ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിച്ച് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ക്ഷയിപ്പിച്ച് കളഞ്ഞതായ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ചോർത്തിക്കളഞ്ഞ എല്ലാ അവസരങ്ങളെയും അങ്ങ് വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ എല്ലാ ചോർച്ചകളെയും അങ്ങ് അടച്ച് സുരക്ഷിതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളെ അങ്ങ് ഒരുക്കണമേ.
കർത്താവേ, മാമോദീസായി ഞങ്ങൾ ചെയ്ത 3 വ്രതങ്ങൾ, ആ 3 വാഗ്ദാനങ്ങൾ ഇപ്പോൾ ഞങ്ങൾ നവീകരിക്കുന്നു. യേശുവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് ചോദിക്കുന്ന 3 ചോദ്യങ്ങൾക്ക്, സഭയിലൂടെ കർത്താവ് നൽകുന്ന ആ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം ഈശോയോട് തന്നെ നമുക്കിപ്പോൾ പറയാം. മാമോദീസായുടെ അവസരത്തിൽ ഒരു നിമിഷം നിങ്ങൾ ഓരോരുത്തരും കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നിങ്ങളുടെ മാമോദീസായെ ഒന്ന് ഓർക്കുക. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഓരോരുത്തരും കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ആ തലതൊട്ടമ്മയുടെ കരങ്ങളിൽ എന്തിക്കൊണ്ട് നമ്മളെ കർത്താവിൻ്റെ ആലയത്തിൻ്റെ മുമ്പിലേക്ക് വന്ന നിമിഷം, ആ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് വേണ്ടി മാമോദീസായിലെ വ്രതങ്ങളും വാഗ്ദാനങ്ങളും ഏറ്റുപറഞ്ഞ നിമിഷത്തെ ഒരു നിമിഷം നിങ്ങൾ ഓർക്കുക. എത്രയോ അനുഗ്രഹീതമായ നിമിഷങ്ങളായിരുന്നു ഇത്. പാപത്തിൽ നിന്ന് മോചിതരായി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ദൈവമക്കളായി തീർന്ന വിശുദ്ധ നിമിഷങ്ങളാണ് മാമോദീസായുടെ നിമിഷങ്ങൾ, ആ മാമോദീസായുടെ അവസരമെന്ന് നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ മാറ്റമുണ്ടാക്കിയ കൂദാശയാണ് മാമോദീസ. സ്ഥൈര്യലേപനവും അതുപോലെ പരിശുദ്ധാത്മാവിനെ നൽകി നമ്മളെ ശക്തിപ്പെടുത്തിയ കൂദാശയാണ്. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ആത്മാവിനെ അറിയുന്നതിനുള്ള ദാഹത്തോടുകൂടി നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും കുഞ്ഞുങ്ങളായിരുന്നു നമ്മളെയും വഹിച്ചുകൊണ്ട് ദേവാലയത്തിൻ്റെ കവാടത്തിൽ വന്ന് നിന്നപ്പോൾ കർത്താവിൻ്റെ സഭയിലെ പുരോഹിതൻ, വിശുദ്ധ കൂദാശ പരികർമ്മം ചെയ്യുന്നതിന് വേണ്ടി കടന്നു വന്ന പുരോഹിതൻ സഭയുടെ നാമത്തിൽ നമ്മളോട് ചോദിച്ചു, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിതരാകുവാൻ നീ ആഗ്രഹിക്കുന്നുവോ? അന്ന് നമ്മുടെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഒരുപോലെ ഒരേ മനസ്സോടെ ഏറ്റുപറഞ്ഞു, നമുക്ക് വേണ്ടി ഏറ്റുപറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഏറ്റുപറയുകയാണ്. പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന്, അവൻ്റെ ബന്ധനത്തിൽ നിന്ന്, സ്വാധീനത്തിൽ നിന്ന്, അവൻ്റെ ആഘോഷങ്ങളിൽ നിന്ന് മോചിതരാകുവാൻ നമ്മൾ ആഗ്രഹിച്ചു. നമുക്ക് വേണ്ടി തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ആ വാഗ്ദാനം ഏറ്റുപറഞ്ഞു. ഈശോയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ നിമിഷം നിങ്ങൾ ബോധപൂർവം ഈശോയോട് ഏറ്റുപറയുക, കർത്താവേ, പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിതരായി ജീവിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവൻ്റെ ആഘോഷങ്ങളെയും ആഡംബരങ്ങളെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. യേശുവിനോട് ഏറ്റുപറയുക. കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മുടെ മാമോദീസ വ്രതങ്ങളെ നമ്മൾ നവീകരിക്കുന്നു. രണ്ടാമതായി കാർമ്മികൻ നമ്മളോട് ചോദിച്ചു, നമ്മുടെ തലതൊട്ടപ്പനോടും തലതൊട്ടമ്മയോടും അന്ന് നമുക്ക് വേണ്ടി ചോദിച്ചു, പാപവും പാപമാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുന്നുവോ? ആ ചോദ്യത്തിന് അന്ന് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് വേണ്ടി ഉത്തരം പറഞ്ഞു, ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സഭ ചോദിക്കുന്ന ഈ ചോദ്യത്തിന് ഉത്തരമായി ഈശോയോട് പറയുക, പാപവും പാപമാർഗങ്ങളും പാപത്തിലേക്ക് നയിക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്നുവെന്ന് ബോധപൂർവം ബോധ്യത്തോടുകൂടി ഏറ്റുപറയുക. ഇത് അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. സാഹചര്യങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ കടന്നു പോകുന്ന തിന്മയുടെ സാഹചര്യങ്ങളുണ്ടാകാം, സ്വാധീന വലയങ്ങളുണ്ടാകാം, കൂട്ടുകെട്ടുകളുണ്ടാകാം, മാധ്യമങ്ങളുണ്ടാകാം, എന്തു തന്നെയായിരുന്നാലും ഇന്ന് ഇവിടെ വെച്ച് ഏറ്റുപറയുക, ഉപേക്ഷിക്കുന്നു. മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയുക. മൂന്നാമത്തെ ചോദ്യം, യേശുവിനെ നിന്റെ രക്ഷകനും നാഥനുമായി നീ സ്വീകരിക്കുന്നുവോ? അതിന് നിങ്ങൾ ഉത്തരം പറയുക. അന്ന് തലതൊട്ടപ്പനും തലതൊട്ടമ്മയും നമുക്ക് വേണ്ടി ഏറ്റുപറഞ്ഞു, ഞങ്ങൾ സ്വീകരിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഈശോയോട് പറയുക, കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നാഥനും രക്ഷകനുമായി അങ്ങയെ ഞങ്ങൾ സ്വീകരിക്കുന്നു. ഈശോയോട് നിങ്ങൾ ഏറ്റുപറയുക. ഈ നിമിഷം അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ്. അവിടുത്തെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയാൻ പോകുന്ന, അഭിഷേചിതരാകാൻ പോകുന്ന നിമിഷമാണിത്. അതിനായി കർത്താവേ, നിർമ്മലമായൊരു ഹൃദയം തന്ന് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. നിർമ്മലമായൊരു ഹൃദയമേ
നിർമ്മിച്ചരുളുകനാഥ നേരായൊരു നൽ മാനസവും തീർത്തരുൾവെന്നിൽ ദേവാ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ നേരായൊരു നൽ മാനസവും തീർത്തരുൾവെന്നിൽ ദേവാ തവ തിരുസന്നിധി തന്നിൽ നിന്നും തള്ളിക്കളയരുതെന്നേ നീ പരിപാവനനേ എന്നിൽ നിന്നും തിരികെയെടുക്കരുതൻ പരനേ നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുകനാഥ നേരായൊരു നൽ മാനസവും തീർത്തരുൾവെന്നിൽ ദേവാ തീർത്തരുൾവെന്നിൽ ദേവാ തീർത്തരുൾവെന്നിൽ ദേവാ ഈശോയെ, അങ്ങയുടെ തിരുമുമ്പാകെ നിൽക്കുന്ന അങ്ങയുടെ മക്കളായി ഞങ്ങളുടെ ഇതാ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കണമേ. കഴിഞ്ഞകാല ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ശരീരത്തിലും ആത്മാവിലുമെല്ലാം കടന്നു കയറിയിട്ടുള്ള എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും പാപശക്തികളിൽ നിന്നും അശുദ്ധികളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ ഓരോരുത്തരിലും നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളിതാ ഞങ്ങളെ തന്നെ ഒരുക്കുന്നു. ഒരുങ്ങിയ ഹൃദയത്തോടെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ, തൻ്റെ പിതാവിനോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് നൽകും. ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഒരുമയോടെ കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ നൽകണമേ എന്ന് തന്നാലും നാഥ ആത്മാവിനെ എന്ന ഗീതം പാടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ആത്മാവിനെ ആശ്വാസദായകനെ തന്നാലും നാഥ ആത്മാവനെ നിത്യസഹായകനെ അകതാരിലുണർവെന്നെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ വരദാനമാരിധി ഫലമേകുമാരാൻ അനശോധമൊഴുകി വരൂ അകതാരിലുണർവെന്നെ പനിനീരു തൂകി അവിരാമമൊഴുകി വരൂ വരദാനമാരിധി ഫലമേകുമാരാൻ
സ്യോതമൊഴുകി വരൂ. നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. നാലും നാഥ നിൻ ജീവനേ നിത്യസഹായകനേ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. തന്നാലും നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. നാഥ ആത്മാവിനെ ആശ്വാസദായകനേ. കർത്താവായ യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അവിടുത്തെ ജീവദായകമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ മക്കളെ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ അവിടുത്തെ ജീവദായകമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ മക്കളുടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ശരീരങ്ങളിലും ജീവിതങ്ങളിലും ആവസിച്ച് ഇവരെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങയുടെ സ്വന്തമായി ജീവിക്കുവാൻ, ഈ ലോകത്തിൽ അങ്ങയുടെ സ്വന്തമായി വ്യാപരിക്കുവാനുള്ള ആത്മീയ വരങ്ങളും ശക്തിയും ഈ മക്കൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ ഈ മക്കളുടെ മേൽ അവിടുത്തെ ജീവദായകമായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് വസിക്കട്ടെ. അവരെല്ലാവരും ശക്തി പ്രാപിക്കട്ടെ. അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ, അങ്ങയുടെ സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ആത്മധൈര്യവും ശക്തിയും കൃപകളും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി അങ്ങയുടെ മക്കൾക്ക് എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ. ഈ കൃപകളൊക്കെയും അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വഴി ഈ മക്കൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് ഒരുമയോടെ ഞാനിതാ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഇവിടെ ഹൃദയങ്ങളിലും മനസ്സുകളിലും ശരീരത്തിലും കുടുംബങ്ങളിലും ആവസിച്ച് ഇവരെ അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. യേശുവിൻ്റെ പരിശുദ്ധമായ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. തലകുനിച്ച് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂക്കണമേ വത്സല സുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരൻ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.